ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സേ. ഇന്ന് രാവിലെ ഞാൻ എണ്ണീറ്റ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോട് ഞാൻ പറയാം. എണ്ണീറ്റ് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിച്ചു. ചായയല്ല, ബ്രൂ കോഫിയാണ് കുടിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഭക്ഷണം എന്താണെന്നറിയോ? മൂന്ന് കഷ്ണം ബ്രെഡ് എടുക്കും. മൂന്നെടുക്കത്തില്ല, 2 പീസ് എടുക്കത്തുള്ളൂ. 2 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു പുറത്ത് ഈ ജാം പരത്തിയിട്ട് മറ്റേ ബ്രെഡ് കൂടിട്ട് മൂടും. അതാണ് ഒരു പീസ്, 2 പീസ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കോഴിമുട്ട അത് പുഴുങ്ങിയത് കഴിക്കും. അതാണ് ഇന്ന് രാവിലത്തെ ഭക്ഷണം. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ചോറ് വെക്കും. പിന്നെ ഈ നമ്മുടെ ഈ മറ്റേ മിൽക്കിയുടെ തൈരുണ്ടല്ലോ, ഈ ബോട്ടിലിനകത്തെ, അതൊരു കവർ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അതൊരു കവറുണ്ടാവും. മീൻ കറിയോ മീൻ വറുത്തോ ഉണ്ടാവുമല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാവും. അതാണ് ഇന്ന് ഉച്ചക്കത്തെ കറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കത്തില്ല. മിക്കവാറും ചിലപ്പോൾ ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കത്തില്ല. അത്രയേ ഉള്ളൂ. ഒരു ചായയോ കോഫിയോ എന്തെങ്കിലും കുടിക്കാറുണ്ട് 4 മണിക്ക്. പിന്നെ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഉണ്ടല്ലോ ഇതില്ലേ കട്ടൻ ചായ കുടിക്കാറുണ്ട്. എനിക്ക് കട്ടൻ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നേരത്തെ നമ്മൾ കട്ടൻ ചായയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കട്ടൻ ചായ കുടിക്കാറുണ്ട് ധാരാളം. അത് കഴിഞ്ഞ് വൈകുന്നേരവും അത് തന്നെ. ഈ ഉച്ചക്കലത്തെ ഫുഡാണ് എൻ്റെ മെയിൻ ഫുഡ്. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക മാത്രമേ ഉള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ ബർഗറ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോട്ടിലിനകത്ത് എന്തെങ്കിലും ചെറിയ ജ്യൂസ് ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ജ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹോർലിക്സ് ഇട്ട് ഒരു കപ്പിനകത്തുള്ള ഒരു കപ്പ് പാലുണ്ടാവും. ഇതാണ് വൈകിട്ടത്തെ ഫുഡൊക്കെ ഭയങ്കര കൺട്രോളാണ്. അങ്ങ് ഓവർ ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫുഡ്. അല്ലാതെ ഓവർ കറിയും കാര്യങ്ങളും വെക്കുകയും ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഒന്നും ഇല്ല സംഭവം. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം പോകുന്നു. അങ്ങനെയാണ്. ഇതിനോടിടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടിയൊക്കെ പോകും. പിന്നെ എൻ്റെ 1-2 കസിനൊക്കെ അവരൊക്കെ താമസിക്കുന്നുണ്ട്, അവരൊക്കെ പോകാറുണ്ട്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഒരു മോനുണ്ട്, കാക്കനാട് സ്കൈലൈനിൽ. അവർ ഫാമിലിയായിട്ട് താമസിക്കണം. അവിടെ പോയി പോകാറുണ്ട്. അവരോട് കുറച്ച് നേരം സംസാരിക്കാറുണ്ട്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോരും. കാരണം അവരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്യും, വിശേഷങ്ങൾ ചോദിക്കും. എന്തെങ്കിലും ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കത്തില്ല. അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പം കഴിച്ചായിരിക്കും പോകും. അന്നേരം അവിടെ നിന്ന് കഴിക്കാറില്ല. പുറത്തു നിന്നൊന്നും ഭക്ഷണമൊന്നും വലിയതായിട്ട് കഴിക്കാറില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടെ പുറത്ത് വല്ല ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിലോ അങ്ങനത്തെ സംഭവത്തിലാണ് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കാറില്ല. അതാണ് എൻ്റെ കാര്യം. ഒരു ദിവസം അങ്ങനത്തെ ദിവസം കടന്നു പോകും. നിങ്ങളുടെയൊക്കെ ദിവസങ്ങളാണ്. നിങ്ങൾക്കൊക്കെ ഫാമിലി ഉള്ളവരുടെ ദിവസം വേറെ, ഒറ്റയ്ക്കുള്ളവരുടെ ദിവസം വേറെ, രണ്ടാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാനിപ്പം ശരിക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നില്ല. നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന നമ്മുടെ സ്റ്റൈല് വേറെയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ സ്റ്റൈല് വേറെ, ഫാമിലിയുടെ സ്റ്റൈല് വേറെ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ സ്റ്റൈല് വേറെയാണ്. ഫാമിലി ആകുമ്പോൾ അത് വേറെ വ്യത്യാസം വേണം. പലയിടത്ത് പോകണം, അവരുടെ ബന്ധുക്കൾ പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, അത് പോകണം, ഇത് പോകണം, അങ്ങനെ പല വിഷയങ്ങളാണ്. ഇതില്ലാതെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഇടയ്ക്ക് അമ്മയെ കാണാൻ പോകും. അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കും. അമ്മയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർ വിടത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന പറഞ്ഞ് ഇങ്ങനെ നിർത്തും. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോളാണ്. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്. എൻ്റെ വീട്ടിൽ 3-4 ആണുങ്ങളുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. 3-4 ആണുങ്ങളുണ്ട്. വീട്ടിലുള്ള പെണ്ണ് ഞാൻ മാത്രമേ ഉള്ളൂ. അന്നേരം അവിടെ ചെല്ലുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. ഇന്ന് പുറത്ത് പോകണം. പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ബൈ ബൈ.